സ്കൂളിനും അംഗൻവാടിക്കും സമീപത്തായി പഞ്ചായത്ത് മാലിന്യം നിക്ഷേപിക്കുന്നതിനെതിരെ നാട്ടുകാർ. കാസർഗോഡ് ചെമ്മനാട് പഞ്ചായത്ത് അധികൃതർക്കെതിരെയാണ് പ്രതിഷേധം. പ്രദേശത്ത് മാലിന്യം വലിച്ചെറിയുന്നത് വിദ്യാർത്ഥികളെയും പൊതുജനങ്ങളെയും ഒരുപോലെ ബുദ്ധിമുട്ടിലാക്കുകയാണ്. ചെമ്മനാട് ഗ്രാമപഞ്ചായത്തിന് കീഴിൽ കോളിയടുക്കം UP സ്കൂളിന് പിറകുവശത്തായിട്ടാണ് മാലിന്യ കൂമ്പാരം. കണ്ടാൽ അറപ്പുളവാക്കുന്ന മാലിന്യ കൂമ്പാരത്തിനടുത്തുകൂടി സഞ്ചരിച്ചാൽ മൂക്ക് പൊത്താതെ നടക്കാൻ വയ്യാത്ത അവസ്ഥ. 8100-ലധികം വിദ്യാർത്ഥികൾ കോളിയടുക്കം UP സ്കൂളിലും 50ഓളം കുട്ടികൾ അംഗനവാടിയിലും 3000ഓളം കുടുംബങ്ങൾ സമീപത്തായും താമസിക്കുന്നു. പഞ്ചായത്തിന്റെ കെട്ടിടത്തിനുള്ളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കാതെ എന്തിനാണ് പുറത്തു വലിച്ചെറിയുന്നത് എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. അവർക്ക് വേറെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഇവർ ജസ്റ്റ് കൊണ്ടുവന്നിട്ട് അതിനുള്ളിലേക്ക് കയറ്റുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. ഇങ്ങനെ റോഡ് സൈഡിലിടേണ്ട ആവശ്യമില്ലല്ലോ. ഇവർ വൈകുന്നേരം ആകുമ്പോൾ ഇതിന്റെ സ്മെല്ലടിക്കുന്നത്. ഈ അടുത്ത് പഞ്ചായത്ത് സ്കൂള് അംഗനവാടിയൊക്കെ ഉള്ള സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു സംരംഭം തുടങ്ങാനേ പാടില്ല. അതൊരു മെമ്പറിന്റെ ഒരു കഴിവുകേടാണ്. പിന്നെ അംഗനവാടി ഇവിടെ അടുത്താണ്. അംഗനവാടിയിലേക്ക് കുറേ പ്രാവശ്യം പാമ്പ് ഇങ്ങനത്തെ ജന്തുക്കളൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഉച്ച സമയത്ത് നല്ല ചൂട് വരുന്ന സമയത്ത് ഇവിടെ ഭയങ്കര ശ്വാസം മുട്ടുന്ന അവസ്ഥയാണുള്ളത്. ഭയങ്കര സഫോക്കേഷൻ. നമുക്ക് ഇത്ര ചെറിയ കുഞ്ഞുങ്ങളുള്ള അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ചെമ്മനാട് പഞ്ചായത്തിന് കീഴിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ വാഹനത്തിൽ ഇവിടെ എത്തിക്കുന്നതും നാട്ടുകാരുടെ കൺമുന്നിലൂടെ. വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ, കുട്ടികളെ ഉൾപ്പെടെ ബാധിക്കുന്നതല്ലേ എന്ന് വാർഡ് മെമ്പറോട് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെ: അത് ശരിയാണ്. അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. പക്ഷെ അതിന് ചുറ്റുമതിൽ നിർമ്മിക്കാൻ പറ്റില്ല. നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചിട്ടുണ്ടോ? സോ അത് ഞാൻ എന്റെ വാർഡ് ആകാനല്ലോ, പക്ഷെ പഞ്ചായത്താണല്ലോ അത് പിന്നെ കൈകാര്യം ചെയ്തേ. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നടന്നു പോകുന്ന വഴിയിലാണ് ഇത്തരത്തിൽ മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത്. അറവു മാലിന്യങ്ങൾ ഉൾപ്പെടെയുണ്ട്. തൊട്ടടുത്ത് പ്രവർത്തിക്കുന്നത് സ്കൂളും അംഗനവാടിയും. നടപടി സ്വീകരിക്കേണ്ട അധികൃതർ തന്നെ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണോ? റിപ്പോർട്ടർ അർജുൻ ഹേമ, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്.